40 വർഷമായിട്ടുള്ള ചെറിയ ചെറിയ കളക്ഷനാണ്. ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം കൊടുത്തു, ഒരുപാട് കൊടുത്തു. എൻ്റെ കയ്യിൽ ഒരു LP റെക്കോർഡ് പറയുന്ന ഒരു പ്രോഡക്റ്റ് 65 വർഷം പഴക്കം വരും. HMV കമ്പനിയുടെ ഒറിജിനൽ സാധനമാണ്. മാനുഫാക്ചറിംഗ് ഇയർ 1927. ഏതാണ്ട് ഇപ്പോൾ 97 വർഷം പഴക്കമുള്ളതാണ്. 78 RPM കറക്കുന്നത് ഈ ഗവർണറാണ്. നമസ്കാരം, ട്വിൻ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് തിരുവനന്തപുരം ശ്രീവരാത്തിലെ ഷർമ്മസാന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഷർമ്മസാന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പഴയ കാലഘട്ടം റേഡിയോയും, പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ടുള്ള റേഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. HMV റേഡിയോയിലെ കുറെ റെയർ റേഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതിന് കാണുന്ന മുന്നേ ആദ്യം സാറിനെ ഒന്ന് പരിചയപ്പെടാം. പുതിയൊരു കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിൽ താമസിക്കുന്നില്ല, നേരെ നമുക്ക് അതിലോട്ടങ്ങ് കിടക്കാം. നമസ്കാരം സാർ. സാർ, നമുക്ക് ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് കണ്ടു, ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് സാറിന് ഈ ഒരു കളക്ഷനിൽ നല്ല രീതിക്ക് ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്? എത്ര വർഷമായി സാർ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി? ഇതൊരു ഫെയ്ത്ത് ആയിട്ട് നമുക്ക് സാറിന് എത്ര വർഷമായി? ഇതൊരു 40 വർഷമായി. 40 വർഷമായിട്ടുള്ള ചെറിയ ചെറിയ കളക്ഷനാണ്. ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം കൊടുത്തു, ഒരുപാട് കൊടുത്തു. ധാരാളം സാധനങ്ങൾ. ഗ്രാം-ഫോൺ തന്നെ ഒരുപാട് കൊടുത്തു. ഗ്രാം-ഫോണും റെക്കോർഡ് പ്ലെയറും സ്കൂൾ ടേപ്പ് റെക്കോർഡർ ധാരാളം കൊടുത്തു. അതെല്ലാം പരിചയക്കാർ വന്ന് ചോദിക്കുക, അവർക്കങ്ങ് കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ട് വളരെ കുറച്ചേ ഇവിടെ ഇരിപ്പുള്ളൂ. വാൽവ് റേഡിയോ, റെക്കോർഡ് പ്ലെയർ, ഗ്രാം-ഫോൺ ഇതൊക്കെ നന്നാക്കും. ടെക്നീഷ്യനും കൂടിയാണ്. ടെക്നീഷ്യൻ ആണെന്ന് പറയാനൊക്കില്ല, ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു ജോലി. അപ്പോൾ അത് ഇപ്പം റിട്ടയർ ചെയ്തിട്ട് 20 വർഷമായി. അപ്പോൾ എനിക്കിപ്പോൾ 76 വയസ്സായി. അപ്പോൾ ഞാൻ ഇതൊക്കെ വളരെ ചെറുപ്പത്തിൽ ഇതൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. അത് അത്രയേ ഉള്ളൂ. വളരെ ഈ പഴയ സാധനങ്ങളോട് വലിയ താല്പര്യമാണ്. ഏതും പഴയ സാധനത്തിനോട് താല്പര്യമാണ്. പ്രത്യേകിച്ച് റേഡിയോ, ഇതുപോലെ ഗ്രാം-ഫോൺ, റെക്കോർഡ് പ്ലെയർ ഇതിനോടൊക്കെ വലിയ താല്പര്യമായിരുന്നു. പക്ഷേ പെൻഷനായതിന് ശേഷമാണ് ഞാനിത് കൂടുതൽ ഇതിന് പ്രാധാന്യം കൊടുത്ത് തുടങ്ങിയത്. പിന്നീടാണ് അല്പം സെപ്പറേറ്റ് റിപ്പയർ ചെയ്യാനും ഒക്കെ വന്നതും നന്നാക്കി കൊടുത്തത്. ഞാൻ ആരുടെ പബ്ലിസിറ്റി ആർക്കും കൊടുത്തിട്ടില്ല. സുഹൃത്തുക്കൾ ആരെങ്കിലും അവരുടെ വീട്ടിൽ പഴയ സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കൊണ്ടു തന്നാൽ നന്നായി കൊടുക്കും. ആരോടും സർവീസ് ചാർജ് പോലും വാങ്ങിക്കാറില്ല. സ്പെയർ പാർട്സ് മിക്കവാറൊക്കെ വാൽവിന്റെ സ്പെയർ പാർട്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഞാൻ എഴുതി കൊടുത്താൽ ആരോ വിദേശത്ത് നിന്നൊക്കെ വരുത്തിക്കൊണ്ടുവരും. അതിന് തന്നെ ഒരു 10,000-15,000 രൂപയൊക്കെ ആവും. അപ്പൊ അത്രയും രൂപ കൊടുത്താണ് അവരത് വാങ്ങിക്കൊണ്ടുവരുന്നത്. അപ്പൊ ആ സാധനങ്ങളൊക്കെ ഇട്ട് നന്നാക്കി അവർ കൊടുത്തു കഴിഞ്ഞാൽ അവർ സന്തോഷമായിട്ട് കൊണ്ടുപോകും. ഉണ്ട്, ഒരുപാട്. എന്റെ സുഹൃത്തുക്കൾ 2 പേര് ഒരുപാട് കളക്ഷൻ ഉള്ള ആൾക്കാർ വേറെയും ഉണ്ട്. ഉണ്ട്. പക്ഷെ അവരാരും തന്നെ ഇതുപോലെ ഇപ്പം ആരും ഒന്നും നന്നാക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. വയസ്സായി പോയി. നമുക്ക് സാറിന് വേറൊരു റേഡിയോ, അതിന്റെ ബോക്സ് ഒന്നും ഇല്ല സാർ, ഇപ്പൊ നിലവിൽ റിപ്പയറിംഗിലാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു വിശേഷം നമുക്ക് അറിയിക്കണം. ഇത് ബുഷ് റേഡിയോ ആണ്, 3 ബാൻഡ് റേഡിയോ ആണ്. ഓക്കെ. ഇത് വർക്ക് ചെയ്യുന്നത് 5 വാൽവ് കൊണ്ടാണ്. ഇത് കൂടാതെ മാജിക് ലാമ്പ് കൂടി വാൽവ് കൂടിയുണ്ട്. 5 വാൽവ് കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. EM84 എന്ന് പറയുന്നത് മാജിക് ലാമ്പാണ്. സ്റ്റേഷന്റെ ഇത് ക്ലിയറൻസ് കാണാൻ വേണ്ടിയാണ്. ഇത് ഒരു ഗ്യാങ് കപ്പാസിറ്റർ എന്ന് പറയും. ഈ ഗ്യാങ് വെച്ചിട്ടാണ് സ്റ്റേഷൻ നമ്മൾ തിരിക്കുന്നത്. ഇത് തിരിയുമ്പോഴാണ് സ്റ്റേഷൻ മാറുന്നത്. ഇത് മെയിൻ ട്രാൻസ്ഫോമറാണ്. ഇത് ഫിൽട്ടർ കപ്പാസിറ്റർ ആണ്. ഇത് രണ്ടും IFT ആണ്. ഇത് 2 IFT. ഇത് ഫിലിപ്സിന്റെ IFT ആണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇത് കപ്പാസിറ്റർ ആണ്. അപ്പൊ ഇത് ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ ഇത് നല്ലവണ്ണം പാടും. അതൊരു FM റേഡിയോ അല്ല, AM റേഡിയോ മാത്രമേ കേൾക്കത്തുള്ളൂ. FM ആണെങ്കിൽ ആഡ് ചെയ്യാം. ഇതിനകത്ത് FM ആഡ് ചെയ്യാം, ചെയ്യാൻ പറ്റും, ധാരാളം ചെയ്യാം. ഇത് AM മാത്രമേ കേൾക്കത്തുള്ളൂ. AM റേഡിയോ ആണ് അതിൽ. ഇത് ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാം. നമുക്ക് ഇതിന് ആംപ്ലിഫയർ പോർഷൻ എടുത്തിട്ട് നമുക്ക് ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെയും ചെയ്യാം. നല്ലൊരു പവറാണ്. നല്ല പവർ ആംപ്ലിഫയർ ആണ്. വാൽവ് ആംപ്ലിഫയർ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കുകയും ചെയ്യാം. ഇത് ഫിലിപ്സിന്റെ ഒരു സ്പൂൾ ടൈപ്പ് റെക്കോർഡറാണ്.
4308 അതാണ് അതിന്റെ നമ്പർ മോഡൽ. ഇത് ഒരു 40-45 വർഷത്തെ പഴക്കമുണ്ട്. പ്ലേ ബട്ടണാണ്. അടുത്തൊരു സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ. ഇതും സ്കൂൾ ടേപ്പ് റെക്കോർഡാണ്. ഇത് എന്തുകൊണ്ടാണ് സ്കൂൾ ടേപ്പ് റെക്കോർഡ് എന്ന് പറയുന്നത്? അല്ല, ഈ സ്കൂൾ ടേപ്പ് ഈ 2 വീലുണ്ടല്ലോ, ഇതിനകത്ത് ചുറ്റി വെച്ചിരിക്കുന്ന ഇതാണ് സ്കൂൾ എന്ന് പറയുന്നത്. ഇതിന്റെ സ്കൂൾ. അപ്പൊ ഇതിലെ ടേപ്പിൽ നമ്മൾ റെക്കോർഡ് ചെയ്തത് ഇത് വഴി പ്ലേ ചെയ്യും. അതാണ് അതിന്റെ ഇത് വന്നിട്ട് ലിയോ ആപ്റ്റ എന്ന് പറയുന്നത് വെസ്റ്റ് ജർമ്മനിയിൽ ഉള്ള സാധനമാണ്. വെസ്റ്റ് ജർമ്മനിയിൽ നിർമ്മിച്ച സാധനമാണ്. അവിടെ ഇത് സാധാരണ ട്രാൻസിസ്റ്റർ ആണ് എല്ലാ ടേപ്പ് റെക്കോർഡ് ഉപയോഗിക്കുന്നത്. ഇത് വാൽവാണ്. ഇത് വർക്ക് ചെയ്യുന്നത് വാൽവ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി മറ്റേ ഏതിനേക്കാളും വളരെ നന്നായിരിക്കും ഇതിന്. ഇത് പ്ലേ ചെയ്യിപ്പിക്കുന്നത് നമുക്ക് അത് വർക്ക് ചെയ്യില്ല. അതാണ് ഇതിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നന്നാക്കി എടുത്തോണ്ടിരിക്കുകയാണ്. ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വാളി കൺട്രോളാണ്. ഇത് ബാസ്റ്റബിൾ. അപ്പൊ ഇതിന്റെ വോളിയം ഇപ്പൊ വളരെ കുറവാണ്. കേൾക്കുന്നുണ്ട്, പക്ഷെ വോളിയം കേൾക്കുന്നുണ്ട്. ഇതിന്റെ വോളിയം കുറവാണ്. അപ്പൊ ഇതിന്റെ മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടുപിടിച്ച് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുക. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഗ്രാമഫോണാണ്. പഴയ ആൾക്കാരൊക്കെ പറയുന്നത്, അല്ലെ ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നത് കോളാമ്പി എന്ന് പറയുന്ന പോലെ അല്ലെ? അപ്പൊ നമുക്കൊരു ആ ഒരു ഗ്രാമഫോണിന്റെ ഒരു വിശേഷമായിട്ട് നമുക്ക് സാറിനോട് ചോദിക്കാം. ഇത് ഒരു 65 വർഷം പഴക്കം വരും. ഓക്കെ, ഇത് ഗ്രാമഫോൺ. ഇതിന്റെ മോട്ടർ എന്ന് പറയുന്നത് ഇതാണ്. നിലവിൽ ഇതിപ്പോ വർക്കിംഗ് അല്ല. ഇതിന്റെ ഇതാണ് ഗവർണർ എന്ന് പറയുന്നത്. ഈ ഗവർണറില് ഈ 3 സ്പ്രിംഗ് ഉണ്ട്. ഈ 3 സ്പ്രിംഗ് ഇത് നമുക്ക് വാങ്ങിക്കാൻ ഇവിടെ തിരുവനന്തപുരത്തോ കേരളത്തോ ഒന്നും കിട്ടാറില്ല. അപ്പൊ ഇത് ബോംബെയിലാണ് ഇത് കിട്ടുന്നത്. 3 സ്പ്രിംഗ് മാറി കഴിഞ്ഞതിന് ശേഷം ഇത് രണ്ടാമത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീറ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പൊ സ്പ്രിംഗ് വാങ്ങിക്കാനായിട്ട് ഇപ്പൊ അടുത്ത മാസം ഞാൻ പോകുന്നുണ്ട് ബോംബെയിൽ. പോകുമ്പോഴും ഇത് വാങ്ങിച്ചോണ്ട് വരും. ഈ സ്പ്രിംഗ് ഒക്കെ വാങ്ങിക്കും. ഗവർണറാണ് ഇതിന്റെ റൊട്ടേഷൻ കൺട്രോൾ ചെയ്യുന്നത്. 78 RPM കറക്കുന്നത് ഈ ഗവർണറാണ്. അത് ഈ ഗവർണർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താൽ സ്പീഡ് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഏത് ഇതാണ് ഇത് കറക്റ്റായിട്ട് വരുന്നത് നോക്കി 78 RPM ഇത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇറങ്ങും. പ്ലേറ്റ് കറങ്ങുന്നതനുസരിച്ച് പാട്ട് നന്നായിട്ട് കേൾക്കും. അപ്പൊ എന്റെ കയ്യില് ഒരു LP റെക്കോർഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഞാനിത് പറഞ്ഞുതരാം. ഇതിനെ പറ്റിയൊരു പൂർണ്ണമായ വിശദീകരണം സാർ പറഞ്ഞുതരും. ഇപ്പൊ CD ഉണ്ടായിരുന്നു, കാസറ്റ്. അതിന് മുന്നേ ആയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പൊ ഇതിനെ പറ്റി ഒരു വിശേഷം. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് 1, 2, 3, 4, 5 പാട്ടുകളാണ് ഒരു സൈഡിൽ കളിക്കുന്നത്. ഈ വശത്ത് 5 പാട്ട്. അതിന്റെ മൊത്തം 10 പാട്ട് റെക്കോർഡ് ചെയ്ത ഒരു റെക്കോർഡാണ്. ഇത് ഹിന്ദി പാട്ടിന്റെ ആണോ? ഇതിനകത്ത് ഇപ്പം ഇത് വന്നിട്ട് ഹിന്ദി പാട്ടാണ്. ഹിന്ദി പാട്ട് 10 ഹിന്ദി പാട്ട് ഇതിനകത്തുണ്ട്. 10 ഹിന്ദി പാട്ട് ബാക്കും ഫ്രണ്ടും ആയിട്ട് അല്ലേ? റെക്കോർഡ് പ്ലെയറിലാണ് ഇതിട്ട് ഉപയോഗിക്കുന്നത്. ഗ്രാമഫോണിന് ഇത് ഇടാൻ പാടില്ല. ഗ്രാമഫോണിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ റെക്കോർഡ് ശരിയായിപ്പോ. അതിന്റെ പിന്ന് വളരെ കട്ടിയാണ്, ഷാർപ്പാണ്. അതുകൊണ്ട് റെക്കോർഡ് പ്ലെയറിന്റെ കാറ്റിജ് മാത്രമേ ഇതിനകത്ത് ചെറിയ ഇത് വരാം. അതുകൊണ്ട് റെക്കോർഡ് പ്ലെയറിൽ മാത്രം ഇട്ട് യൂസ് ചെയ്യുന്ന 1975 അപ്പൊ ഇതിന്റെ ഇതുപോലെയുള്ള റെക്കോർഡ് പ്ലെയറുകള് ഒരുപാട് കളക്ഷൻസ് ഇത്രയും അതാണ്. ഇത് വന്ന് 33 RPM വർക്ക് ചെയ്യുന്ന, ഇത് വന്നിട്ട് 45 RPM വർക്ക് ചെയ്യുന്ന കൊളംബിയയുടെ റെക്കോർഡാണ്. ഇത് 2 പാട്ടാണ്, 2 സൈഡിലെ ഓരോ പാട്ട്. ഇത് 10 പാട്ടാണ് LP റെക്കോർഡ്. ഇത് 33 വർക്ക് ചെയ്യും, 33 RPM വർക്ക് ചെയ്യുന്നത്. ഇത് 45 RPM വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ എല്ലാം കൂടെ ഒരു 150ഓളം റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. എന്താ സാറിന്റെ കളക്ഷൻസ്? ഇതൊക്കെ കയ്യിൽ തൊടാനുള്ള ഒരു ഭാഗ്യമോ അല്ലേ സാർ നമുക്ക് കിട്ടുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും വിശേഷങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞു. ഇതൊരു ഗ്രാമഫോണാണ്. HMV കമ്പനിയുടെ ഒറിജിനൽ സാധനമാണ്. ഇതിന്റെ ഇയർ എന്ന് പറയുന്നത് മാനുഫാക്ചറിംഗ് ഇയർ 1927. ഏതാണ്ട് ഇപ്പോൾ 97 വർഷം പഴക്കമുള്ളതാണ്. ഇത് എൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് മൊത്തത്തിൽ ഇതെല്ലാം ഈ സൈഡിലുള്ള പലകയെല്ലാം പൊളിഞ്ഞും മെഷീനെല്ലാം കേടുമായിരുന്നു. അപ്പം ഞാനിത് കൊണ്ടുവന്ന് കംപ്ലീറ്റ് മെഷീൻ അഴിച്ചിട്ട് രണ്ടാമത് സെറ്റ് ചെയ്ത് ശരിയാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാം മെഷീനൊക്കെ ഇത് തടിയെല്ലാം മാറി, ഡോറൊക്കെ മാറി എല്ലാം ചെയ്ത് പെയിൻ്റൊക്കെ ചെയ്ത് വെച്ച് അതിനകത്തുള്ള മെഷീൻ 4 സ്പ്രിംഗ് ആണ് ഇതിനകത്തുള്ളത്. നമ്മുടെ
ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്യണമെങ്കിൽ വൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഫുൾ റൗണ്ട് വൈൻഡ് ചെയ്ത് കൊടുത്താൽ ഒരു 8 പാട്ട് വരെ ഇതിനകത്ത് കേൾക്കാം. റെക്കോർഡ് 8 എണ്ണം മാറ്റി ഇടാം. അതിന് വേറെ വൈൻഡ് ചെയ്യണമെന്നില്ല. പക്ഷേ ഇതിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഞാൻ കേൾപ്പിച്ചു തരാം. വൈൻഡ് ചെയ്ത് കൊടുക്കുക, ഫുൾ വൈൻഡിങ് കൊടുത്താൽ 8 റെക്കോർഡ് വരെ നമുക്ക് ഇതിനകത്ത് കേൾക്കാം. വർക്ക് ചെയ്യുന്നത് വെറും ഈ നമ്മളിവിടെ കൊടുക്കുന്ന സ്പ്രിങ് കൊണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പം ഇതിനകത്ത് ഒരു വൈൻഡിങ് ആണ്, സ്പ്രിങ് വൈൻഡിങ്. അതായത് നമ്മുടെ ക്ലോക്ക് ഉണ്ടല്ലോ, ക്ലോക്കിൽ നമ്മൾ കീ കൊടുക്കുകയാണ്. അതുപോലെ കീ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്പ്രിങ് ടൈറ്റ് ആവും. അത് കഴിഞ്ഞാൽ സ്പ്രിങ് ലൂസായി അതിൻ്റെ അടുത്ത സ്പ്രിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന് പരത്തിലുള്ള പ്ലേ ഇത് കറങ്ങുമ്പോൾ അതനുസരിച്ചാണ് ഈ ഡിസ്ക് കറങ്ങുന്നത്. ഈ ഡിസ്ക് കറങ്ങുമ്പോൾ ഇത് സൗണ്ട് ബോക്സ് എന്ന് പറയും. ഈ സൗണ്ട് ബോക്സിൽ ഒരു നീഡിലുണ്ട്, ചെറിയ സൂചിയാണത്. ഈ ചെറിയ സൂചി, ഇതൊരു ചെറിയ സൂചിയാണ്. ഈ സൂചി വഴി ഈ റെക്കോർഡിലുള്ള പാട്ട് ഇതുവഴി ഇങ്ങോട്ട് കേൾക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് യാതൊരു പവറോ ബാറ്ററിയോ ഒന്നും ആവശ്യമില്ല. ഒരു വിത്തൗട്ട് പവറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഫുള്ളി മെക്കാനിക്കലാണ്. അല്ലാതെ ഇതിനകത്ത് ഒരു ഇലക്ട്രിക് ചാർജും ഇതിനകത്ത് വേണം. GE ജനറൽ ഇലക്ട്രിക് കമ്പനിയുടെ ഒരു റേഡിയോ ആണ്. ഇത് ഏതാണ്ട് 50 വർഷം പഴക്കമുള്ളതാണ്. 50. ഇപ്പോൾ ഇത് നല്ലവണ്ണം വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ സ്റ്റേഷനും കിട്ടും, നല്ലവണ്ണം വർക്കിംഗ് ചെയ്യും. ആയിരം പാദസരങ്ങൾ ആരുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഉളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി. ഡിജിറ്റലും അനലോഗും തമ്മിലുള്ള വ്യത്യാസം അറിയണം. ഇത് അനലോഗാണ്. അതായത് നമ്മുടെ ശബ്ദങ്ങള് ഡിജിറ്റലൈസ് ചെയ്യുന്നതല്ല, ഇത് അനില വാൽവിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ക്ലാരിറ്റി. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് സാർ, നമുക്ക് പ്രത്യേകിച്ച് സെപ്പറേറ്റ് ഒരു USB ബോക്സ് ബോർഡ് റേഡിയോ അത് റേഡിയോ വർക്ക് ചെയ്ത് വേണ്ട. ആന്റിന AM റേഡിയോ ആണ് സാർ പറയുന്നത്. അപ്പൊ AM റേഡിയോ ആണ് ഇപ്പൊ ആർക്കും കിട്ടാതില്ലാത്ത ഒരുപാട് ചാനൽ, പുതിയ FM റേഡിയോയിൽ പോലും കിട്ടാതില്ലാത്ത ഒരു ചാനലാണ്. മുന്നിൽ വരുന്നത് പഴയ ആൾക്കാരൊക്കെ കൂടുതൽ യൂസ് അറിയുന്നത് നമുക്ക് TV ഇല്ല, നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല. നമുക്കിപ്പോ AM വഴിയാണല്ലോ എല്ലാ ന്യൂസ് കാര്യങ്ങളൊക്കെ AM വഴിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. സൈനിങ് ഓഫ്. ബൈ.